പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിനി പൊറോട്ടയാണ്. അതിലെ ന്യൂട്രീഷ്യസും അതിൽ പലതരം വെജിറ്റബിൾസും ആഡ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. അതിന് വേറെ സ്പെഷ്യൽ കറിയൊന്നും വേണ്ട. അതിൻ്റെ കൂടെ ജാമോ അല്ലെങ്കിൽ സോസോ എന്തെങ്കിലും കുത്തി കഴിക്കാനും പറ്റും. വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സാധനം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറയാൻ പോവുകയാണ്. അതിൽ നോൺ വെജ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, ചിക്കനോ മട്ടനോ ചേർക്കാം. അപ്പോൾ അത് ഒന്നും കൂടെ ന്യൂട്രീഷ്യസ് ആയി. ഞാനിപ്പോൾ വെജാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിലിപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ ഇത് നോക്കൂ. വെളുത്തുള്ളി, സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, മല്ലിയുടെ ഇല, പച്ചമുളക്, ഇഞ്ചി എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതാ ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് വെജിറ്റബിൾസ് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാബേജ് ഇഷ്ടമുള്ള എല്ലാ വെജിറ്റബിൾസും അറിയാം. ഇതവിടെ ഉരുളക്കിഴങ്ങ് ഞാൻ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് പൊട്ടാറ്റോ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അത് നമുക്ക് ഉടച്ച് ചേർക്കണം. അത് നമുക്ക് സ്റ്റഫ് ചെയ്തിട്ടുള്ള പൊറോട്ടയാണ്. ഈസി പൊറോട്ട, ചെറിയ ചെറിയ മിനി പൊറോട്ടയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അത് തന്നെ ആട്ട കുഴച്ച് വയ്ക്കും. ഒരു കപ്പ് ആട്ട എടുക്കും. അതിന് ആവശ്യമുള്ള ഉപ്പെടുക്കും. ഓയിൽ ഒഴിച്ച് ഈ ആട്ട കുഴക്കണം. അരമണിക്കൂർ മുമ്പ് ആട്ട കുഴച്ച് വെക്കണം കേട്ടോ. എപ്പോഴും ഞാൻ മൈദയാണ് ചിലവരൊക്കെ ഉണ്ടാക്കുക, ഞാൻ ആട്ട കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കുറേശ്ശെ ആയിട്ട് നനച്ച് അങ്ങനെ കുഴച്ച് വെക്കും. ആട്ട കുഴച്ച് കേട്ടോ, നല്ല സോഫ്റ്റായിട്ട്. അധികം നമുക്ക് കുഴക്കൊന്നും വേണ്ട, നല്ലോണം കുഴക്കണം. പൊറോട്ട ആയ കാരണം സോഫ്റ്റായി കിട്ടാൻ കുഴച്ച് ഞാൻ വെച്ചു. ഇനി അടച്ച് വയ്ക്കുക കേട്ടോ. ഇത് തന്നെ കുറച്ച് ജീരകം ഇടുക കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് കേട്ടോ, വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിൽ. ജീരകം പൊട്ടി. അപ്പോൾ ഞാൻ ഇത് വെച്ചെങ്കിൽ 2 ക്ലോവ്സ് ഇട്ടു. അത് കഴിഞ്ഞ് ഇതിപ്പോൾ മസാലക്കറിയല്ലേ ഉണ്ടാക്കണം. കുറച്ച് ഇഞ്ചി ഇട്ടു, കുറച്ച് ഉള്ളി. അതായത് ഇതിൽ നോൺ വെജ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഞാനിതിലിപ്പോൾ ചേർക്കുന്നില്ല, വെജാണ് ഉണ്ടാക്കണമെങ്കിൽ മാത്രം. ഇനി ഇത് വഴറ്റുക. ബോയിൽ ചെയ്ത പൊട്ടാറ്റോ ആണ്, അത് തൊലി കളഞ്ഞ് നമുക്ക് മാഷ് ചെയ്യണം കേട്ടോ. ഇനി കുറച്ച് തക്കാളി ഇല്ല കേട്ടോ, കുറച്ച് തക്കാളി ഇട്ടു, പച്ചമുളക് ഇട്ടു. വെജിറ്റബിൾസ് ഇടാറില്ല. ക്യാരറ്റ്, ക്യാബേജ്, സ്പ്രിംഗ് ഓണിയൻ എല്ലാം ഇടാം. ഞാൻ ഇതിപ്പോൾ എത്ര എടുത്തുള്ളൂ വെജിറ്റബിൾസ്. എല്ലാ വെജിറ്റബിൾസും ഇടാം. ഇത് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ട് ഞാൻ ശ്രദ്ധിക്കില്ല. മഞ്ഞൾപ്പൊടി ചേർത്തിപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നോൺ വെജ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം കേട്ടോ. കുറച്ച് മുളക് പൊടി ഇടുക. ഇനി കുറച്ച് ഗരം മസാല ഇടുക. ചിക്കൻ മസാല വേണമെങ്കിൽ ചിക്കൻ മസാലയൊക്കെ ചേർക്കാൻ. നോൺ വെജ് യൂസ് ചെയ്യുന്നവർക്ക് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ. നോൺ വെജ് ചേർക്കുന്നവർക്ക് അതെല്ലാം ചേർക്കാം. ആലു ഇതാ ഉരുളക്കിഴങ്ങ് പൊടിച്ച് വെച്ചിട്ടുള്ളത്. മസാല അതാ ശരിയായിക്കൊണ്ടിരിക്കുന്നു. ഫില്ലിങ്ങിലുള്ള മസാലയാണിത്, ശരിയായിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതിൽ മല്ലിയുടെ ഇല ഇടണം കേട്ടോ. മസാല നല്ല പോലെ മാഷ് ചെയ്യാം. മാഷൊന്നും വേണ്ട, ഇതേ ഗ്ലാസ് ആട്ടോ. മല്ലിയുടെ ഇല ഇഷ്ടംപോലെ ഇടണം കേട്ടോ. ഞാൻ കുറച്ച് മല്ലിയുടെ ഇല ഇട്ടിട്ട് മല്ലിയുടെ ഇല ഇട്ടു. അപ്പോൾ ഇതിൻ്റെ മസാലക്കൂട്ട് തയ്യാറായി. ഏത് വെജിറ്റബിൾസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിന് ടേസ്റ്റ് കൂട്ടാം, എന്ത് വേണമെങ്കിൽ. പൊറോട്ടയുടെ മാവ് ഇതാ കുഴച്ചിരിക്കുന്നത് വളരെ സോഫ്റ്റായി. ഇപ്പോൾ പൊറോട്ട ഉണ്ടാക്കണം. ഞാൻ പരക്കാം. ഒന്നും കൂടി മടക്കാം കേട്ടോ. സ്ക്വയറായിട്ട് പരക്കാം. ഒരു പ്രാവശ്യം കൂടി മടക്കിയിട്ട് പരത്തുമ്പോൾ കൂടുതൽ ലേയേഴ്സ് വരും. ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ വിനീഗർ ഒരു തുള്ളി ഒഴിക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ. മസാല ഒരു ഉരുളി എടുത്തു ഇട്ട് നോക്കൂ. പോരാ മസാല കണ്ടോ. ഇപ്പോൾ ചിക്കൻ ചേർക്കുക, മട്ടൻ ചേർക്കുക ഒക്കെ ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇതിൽ എല്ലാം ചേർത്ത് നന്നായി ഇതിൽ പരത്തി കൊടുക്കാം. ഫില്ല് ചെയ്യാം. ഇത് റോൾ ചെയ്യുക കേട്ടോ. റോൾ ചെയ്യും കേട്ടോ. നെയ്യോ ഓയിലോ ഇടാട്ടാ. ഞാൻ നെയ്യായിട്ടിരിക്കണേ, കുറച്ച് നെയ്യിട്ട്. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യണ്ട, ഇതിലിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് അധികം ചൂടാക്കണ്ട. മിനി പൊറോട്ടകൾ കിട്ടുന്നു കേട്ടോ.
കറിവേപ്പില അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. അത് കുഴപ്പമില്ല. നോക്കൂ, മിനി പൊറോട്ടകൾ തയ്യാറായി. ഇതിന് വേറെ കറിയൊന്നും വേണ്ട. ഉള്ളിൽ സ്റ്റഫ്ഡാണ്. പിന്നെ ടൊമാറ്റോ സോസ് പൊരിച്ച് കൂട്ടി കഴിക്കാം. വളരെ സ്വാദാണ്. ഇനി ഞാൻ നമ്മുടെ അടുത്ത് വീട്ടിൽ കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ട് ട്യൂഷന്. അപ്പോൾ അവരെ വിളിച്ചിട്ട് അവർക്ക് കൊടുക്കണം. അവരെ എങ്ങനെ ടേസ്റ്റ് നോക്കാം. നമ്മുടെ അയൽപക്കത്തെ കുട്ടികളാണ് കേട്ടോ. അവർക്ക് ഞാൻ കൊടുത്തു നോക്കാം. നോക്കാം മക്കളെ, കഴിച്ചു നോക്കാം ടേസ്റ്റ് ഉണ്ടാവും. ഇതിൽ നോക്ക് കുട്ടികളെ, എങ്ങനെയുണ്ട് ടേസ്റ്റ് ആയി? നല്ല ടേസ്റ്റ്. എന്താ തന്റെ പേര്? മോസസ്. മോസസ്. ആ മോസസ് ടേസ്റ്റ് ഉണ്ടാ? നല്ല എന്നാൽ ഇതിൽ ചിക്കനും മട്ടനും ഇട്ടാൽ വളരെ ടേസ്റ്റ് ആവും. നോൺ വെജ് വളരെ ന്യൂട്രീഷ്യസ്, വളരെ ഹെൽത്തിയാണ്. ഹെൽത്തിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് സ്കൂൾ വിട്ട് വരുമ്പോൾ അതപ്പോൾ കുട്ടികളൊക്കെ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ട് എടുക്കണ്ട. അപ്പോൾ അവർക്ക് കഴിക്കാൻ വീട്ടിലെ അമ്മമാർ ഇത് ഉണ്ടാക്കി കൊടുക്കും. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ. ശരി. എന്ന് നിങ്ങളുടെ സ്വന്തം സുനിൽ ടീച്ചർ.